എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നതാണ് റിയൽ ടൈം FE നമ്മൾ ചെയ്യണോ, എന്താ അതിന് ബെനിഫിറ്റ്? അതിന് മുന്നേ നമ്മൾ നോർമലായിട്ട് എന്താ ചെയ്യുന്നത്, എല്ലാ ക്ലിനിക്കുകളും ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. അതായത് എക്സാമ്പിൾ ഒരു കഷൻ്റെ തല കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചോദിച്ചാൽ നമ്മൾ ഹെഡ് ഒരു 0 വെച്ച് ട്രിം ചെയ്യും. അതിനുശേഷം തലയുടെ പിറകുവശത്തിന് നോർമൽ മെത്തേഡിൽ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ പിറകുവശത്തിന് ഗ്രാഫ്റ്റുകൾ എടുക്കും, ഓരോന്നായിട്ട് എടുക്കും. എടുത്ത ശേഷം ഇതിനൊരു സൊല്യൂഷൻ ഇട്ട് വെക്കും. എന്തുകൊണ്ടാണ് ഈ സൊല്യൂഷൻ ഇട്ട് വെക്കുന്നത് വെച്ചാൽ ഈ ഗ്രാഫ്റ്റ് എടുത്തിട്ട് നമ്മൾ പുറത്ത് ടേബിളിൻ്റെ പുറത്തോ എവിടെയും പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഈ സൊല്യൂഷൻ ഇട്ട് വെക്കുന്നത്. സൊല്യൂഷൻ എന്ന് വെച്ചാൽ സലൈൻ സൊല്യൂഷനാണ്. ഇച്ചിരി കോൾഡ്, നമുക്കറിയാം ഒരു ഏത് സംഭവമാണ് കുറച്ചുകൂടി കോൾഡിൽ സൂക്ഷിച്ച് വെച്ചാൽ കൂടുതൽ സമയം നിൽക്കും. അതേപോലെ തന്നെ നമ്മൾ ഗ്രാഫ്റ്റ് എല്ലാം ഒരേ ക്വാളിറ്റി അല്ല. എന്തായാലും നമ്മുടെ ഗ്രാഫ്റ്റിന് ലൈഫ് ഉണ്ട്. അപ്പോൾ ഇതിനെടുത്തിട്ട് പുറത്ത് വെക്കുമ്പോൾ ഒരു 5 to 6 hours കഴിഞ്ഞാൽ അത് ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ വ്യക്തികൾക്ക് ഏറ്റവും ബെസ്റ്റ് റിയൽ ടൈം FE. റിയൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 രീതിയിൽ ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് ഗ്രാഫ്റ്റുകളാണ് നമുക്ക് എങ്ങനെ ചെയ്യുക, ഒന്നെങ്കിൽ കുറച്ച് ഗ്രാഫ്റ്റ് എടുക്കാം. എത്ര ഗ്രാഫ്റ്റ് എന്ന് ക്ലിനിക്സ് തീരുമാനിക്കും. നമ്മളുടെ ഡോണറിൻ്റെ അനുസരിച്ചിട്ട് എല്ലാം നോക്കിയിട്ടാണ് അവർ തീരുമാനിക്കുക. ആ ഒരു 300, 400, 500 ഗ്രാഫ്റ്റ് എടുക്കുന്നു, ഒന്ന് വാഷ് ചെയ്യുന്നു, ഇംപ്ലാന്റ് ചെയ്യും. അതായത് ആദ്യം തന്നെ സ്ലിറ്റ് ഇട്ട് വെക്കും. നോർമൽ കേസിൽ ആദ്യം ഗ്രാഫ്റ്റ് എടുക്കും, പിന്നെയാണ് സ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സ്കിന്നിൽ ചെറിയ ഹോളുകൾ ഇടുന്നതാണ് സ്ലിറ്റിംഗ്. ഇവിടെയാണ് കഷൻ്റെ അവിടെ ഹോളുകൾ ഇടുന്നതാണ് സ്ലിറ്റിംഗ് എന്ന് പറയാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് 2-3 രീതിയിൽ റിയൽ ടൈം ചെയ്യാം. അതേപോലെ തന്നെ ഗ്രാഫ്റ്റിന് ബാക്ക് സൈഡ് പഞ്ച് ഉപയോഗിച്ചിട്ട് ഒന്ന് ലൂസാക്കി വെക്കും, പൂർണ്ണമായിട്ട് വലിച്ചെടുക്കത്തില്ല. ആവശ്യം വരുമ്പോൾ അത് വലിച്ചെടുക്കും, ഇംപ്ലാന്റ് ചെയ്യും. ഇങ്ങനെയും ചെയ്യാം.